السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الإخوان والأخوات أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 72-ാമത്തെ അധ്യായം സൂറത്തുൽ ജിന്നിലെ 1 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കിയായി 12-ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് എടുക്കേണ്ടത്. ഞാനൊന്ന് ഓതി തുടങ്ങാം. നിങ്ങൾ ഖുർആൻ ഓപ്പൺ ചെയ്ത് സൂറത്തുൽ ജിന്നിലെ 12-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأنا ظننا أن لن نعجز الله في الأرض ولن نعجزه هربا وأنا لما سمعنا الهدى آمنا به فمن يؤمن بربه فلا يخاف بخسا ولا رهقا وأنا منا المسلمون ومنا القاسطون فمن أسلم فأولئك تحروا رشدا وأما القاسطون فكانوا لجهنم حطبا. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വഅന്ന വലന്ന വളന്ന ശബ്ദത്തിൽ നൂന് മണിച്ചോത് വളന്ന അനൂന് മണിച്ചോത്. അതോടൊപ്പം തന്നെ ചെറുതായിട്ട് മദ്ദും ഷദ്ദും വലന്ന ചെറിയ മദ്ദുണ്ട്. അൻ ലൻ എന്നുള്ളതാണ്. സാക്കിന നൂനിന് ശേഷം ലാമ് വരുമ്പോൾ നൂന് സൈലന്റ് ആക്കി അല്ല എന്നാണ്. നൂന് ഫുൾ സൈലന്റ് ആയിരിക്കും. അല്ലൻ നുഇജ രണ്ടാമത്തെ നൂനിന് ശേഷം ലൻ സാക്കിന നൂനിന് ശേഷം നൂന് തന്നെ വരുന്ന കാരണത്താൽ നുഇജിസയുടെ നൂനിലേക്ക് ചേർത്ത് മണിച്ചു ഓതണം. അപ്പോൾ അല്ലൻ നുഇജിസ അല്ലൻ നുഇജിസ അങ്ങനെയാണ് വരിക. നുഇജിസ അല്ലാഹു ഫിൽ അർദി വലൻ നുഇജിസ അവിടെയും ചേർത്ത് മണിച്ചു ഓതുക. വലൻ നുഇജിസ എന്നുള്ളത് ഹറബ. വഅന്ന ലമ്മ ശദ്ദുൽ നൂനും മീമും മണിച്ചു ഓതുക. വഅന്ന ലമ്മ രണ്ടും ചേർത്തും മണിച്ചു ഓതുക. സമിഅനൽ ഹുദാ ആമന്ന ബിഹി. സമിഅനൽ ഹുദാ ഹുദാ അവിടെ ചെറിയ മദ്ദുണ്ട്. ആമന്ന എന്നുള്ള മണിച്ചു ഓതുക. ആമന്ന ബിഹ് എന്നാണ്. ബിഹി അവിടെ ശരിക്കും വഖഫിന്റെ സ്ഥലം അല്ല, വഖഫ് ചെയ്യാതിരിക്കലാണ് ഉത്തമം. ആമന്ന ബിഹി ഫമൻ യുമിൻ. ഫമൻ യുമിൻ അവിടെ നൂനിനെ യായിലേക്ക് ലയിപ്പിച്ചിട്ട് ഫമൻ യുമിൻ എന്നാണ് പറയുക. യുമിൻ എന്നതിൻ്റെ ആ നൂനിന്റെ മുകളിൽ ഒരു കുഞ്ഞി മീമ് കാണാം. ആ നൂന് സൗണ്ട് നിങ്ങൾ മീമിന്റെ സൗണ്ടാക്കി മാറ്റിയാണ് ഓതേണ്ടത്. ഇപ്പൊ യുമിൻ ബിറബ്ബിഹി സുക്കൂനുള്ള നൂനിന് ശേഷം ബാ ലെറ്റർ വരുമ്പോഴാണ് നൂനിനെ മീമിന്റെ സൗണ്ടാക്കി ഓതുന്നത്. ഇപ്പൊ യുമിൻ ബിറബ്ബിഹി ഫലാ യഖാഫു
ബഖ്സൻ വലാ റഹഖ. ബഖ്സൻ വ സൗവ എന്നത് ചേർത്തും മണിച്ചു അത്. വഅന്ന മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിത്തൂൻ. അവിടെ ഷദ്ദുള്ള നൂനും മീനും നൂനും രണ്ടും ഷദ്ദുള്ള നൂനാണല്ലോ. വഅന്ന എന്നുള്ളതും മിന്ന എന്നുള്ളതും രണ്ടും മണിച്ചോദ. അൽ മുസ്ലിമൂന വമിന്ന എന്നുള്ളത് വമിന്ന അവിടെയും ഗുന്നത്ത് കൊടുത്ത് മണിച്ചോദ. അൽ ഖാസിത്തൂന ഫമൻ അസ്ലമ. ഫമൻ ആ നൂനിനെ വെളിവാക്കി ഉച്ചരിക്കണം. അതുകൊണ്ടാണ് ആ നൂനിൽ നിങ്ങൾക്ക് ചെറിയ കുഞ്ഞ് സുക്കൂന് കാണാം നിങ്ങൾക്ക് ഫമൻ എന്നുള്ളത്. പക്ഷെ മുകളിലുള്ള നൂനിലൊന്നും സുക്കൂനില്ലല്ലോ. ഫമൻ എന്നുള്ള എഴുതിയിടത്തിലും വലൻ എന്ന എഴുതിയിടത്തിലും ഒന്നും നൂനിന് സുക്കൂന് കൊടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ സുക്കൂന് കൊടുത്ത് ഈ സ്ഥലത്ത് ഫമൻ എന്നുള്ള നൂനിനെ വെളിവാക്കുവതാണ്. ഫമൻ അസ്ലമ ഫഉലൈക. ഫഉലൈക ലോങ് മദ്ദാണ്. ഫഉലൈക തഹറൗ റഷദ. وأما القاسطون فكانوا لجهنم حطبا. حطبا ജഹന്നമ അനൂനിനെ മണിച്ചോദനം. ഹാത്വാബ. ത്വാ പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഹാ പറയുമ്പോൾ തൊണ്ടയുടെ മിഡിലായിട്ട് ഹാ പറയുന്നത്. ത്വാ വായ നിറച്ചാക്കി പറയാനും ശ്രദ്ധിക്കുക. ഇനി പറഞ്ഞ നിയമങ്ങൾ പോലെ ഒന്ന് ഓതി നോക്ക്. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓതി നോക്കിയാൽ മതി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنا ظننا أن لن نعجز الله في الأرض ولن نعجزه هربا وأنا لما سمعنا الهدى آمنا به فمن يؤمن بربه فلا يخاف بخسا ولا رهقا وأنا منا المسلمون ومنا القاسطون فمن أسلم فأولئك تحروا رشدا وأما القاسطون فكانوا لجهنم حطبا. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി ജിന്നുവർഗം അവരുടെ സംസാര കാര്യങ്ങളെക്കുറിച്ചാണ്. ആകാശ ലോകത്തേക്ക് അവർക്ക് പ്രവേശിക്കാൻ പറ്റാത്ത കാരണത്തെക്കുറിച്ച് അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളതിനെ കുറിച്ച് അവര് പരസ്പരം ചർച്ച ചെയ്യുകയായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ കൂട്ടത്തില് വഅന്നാ മിന്നാ സ്വാലിഹൂൻ വമിന്നാ ദൂന ദാലിക്, ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വാലിഹികളായ ആളുകളുണ്ട്, അതല്ലാത്ത ആളുകളുമുണ്ട്, വ്യത്യസ്തമായ വഴികൾ സ്വീകരിച്ച ആളുകളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞ വിഷയങ്ങൾ അള്ളാഹു എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഇതേപോലെ തന്നെ ഇനിയുള്ള വചനങ്ങളും നമ്മളിപ്പോൾ ഓതിവെച്ച വചനങ്ങളൊക്കെ തന്നെയും ഈ ജിന്നുവർഗം അവർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടും നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് വഅന്നാ ളനന്ന അല്ലൻ നുഅ്ജിസല്ലാഹ ഫിൽ അർദ് വലൻ നുഅ്ജിസഹു ഹറബ എന്നുള്ളത്. വഅന്നാ ളനന്ന, അന്ന നാം, അതേപോലെ ലന്ന യളുന്നു എന്ന് വെച്ചാൽ വന്ന പദമാണ് നേരത്തെയൊക്കെ. ലന്ന യളുന്നു ഊഹിച്ചു, വിചാരിച്ചു എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ സത്യത്തിൽ ഫസ്സരിങ്ങളൊക്കെ ലന്ന എന്നുള്ളതിന് അത് മാത്രമല്ല, ഉറപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. യഖീനോട് കൂടിയുള്ള വിചാരത്തിനാണ് ഇവിടെ ലനന്ന എന്ന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ലനന്ന, ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങൾ ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള സംസാരത്തിനാണ് ഇവിടെ വനന്ന എന്ന് പറയുന്നത്. അപ്പോൾ വഅന്ന വനന്ന, ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ ധരിച്ചിരിക്കുന്നു. എന്താണ്? അല്ലൻ നുഅ്ജിസ. അഅജസ യുഅ്ജിസു എന്ന് വെച്ചാൽ പരാജയപ്പെടുത്തി, തോൽപ്പിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അഅജസ യുഅ്ജിസു, ഇഅ്ജാസ് എന്ന് പറയും. അപ്പോൾ എന്താണ് വഅന്ന വനന്ന, ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നത് അല്ലൻ നുഅ്ജിസ,
അല്ലൻ നുഅ്ജിസ, പരാജയപ്പെടുത്തുകയില്ല എന്ന്. അല്ലൻ നുഅ്ജിസ, ഒരിക്കലും സംഭവിക്കൂല എന്നുള്ളതാണ്. അള്ളാഹുവിനെ. അപ്പൊ അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നതല്ല എന്നുള്ളത് ഞങ്ങൾ എന്താക്കിയിട്ടുണ്ട്? ഉറപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എവിടെയാണത്? ഫിൽ അർദ്, ഭൂമിയിൽ. ഭൂമിയിൽ അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നതേ അല്ലെന്ന് ഞങ്ങൾ എന്താക്കിയിരിക്കുന്നു? ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു. ഞങ്ങളത് ദൃഢമായി വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് വഅന്ന എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത്. ഉറപ്പിക്കാൻ വെച്ചതാണ്. ഞങ്ങളത് ദൃഢനിശ്ചയം, ദൃഢവിശ്വാസം എന്നുള്ള അർത്ഥത്തിലാണ്. വലൻ നുഅ്ജിസ, അതോടൊപ്പം തന്നെ എന്താണ് ഞങ്ങള് ഉറപ്പിച്ചിരിക്കുന്നത്? ഞങ്ങള് പരാജയപ്പെടുത്തുകയില്ല എന്നുള്ളത്. ലൻ നുഅ്ജിസ, ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ലെന്ന്. നുഅ്ജിസഹു എന്ന് പറയുമ്പോൾ അവനെ ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല എന്ന്. നുഅ്ജിസ അല്ലാഹ് എന്നാണ് ഹു എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വലൻ നുഅ്ജിസ അല്ലാഹ്, അള്ളാഹുവിനെ നാം പരാജയപ്പെടുത്തുകയില്ല എന്ന്. വലൻ നുഅ്ജിസഹു എന്ന് വെച്ചാൽ അവിടെ ഹു എന്നുള്ള ദമീർ അള്ളാഹു എന്നുള്ളതിലേക്കാണ് മടങ്ങുന്നത്. വലൻ നുഅ്ജിസഹു എന്നാണ്. ലൻ നുഅ്ജിസ അല്ലാഹ് എന്ന് മുകളിൽ പറഞ്ഞില്ല, അതിനാണ് വലൻ നുഅ്ജിസഹു എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ അവനെ പരാജയപ്പെടുത്തുന്നതല്ലെന്നും ഞങ്ങൾ എന്താക്കിയിട്ടുണ്ട്? ഉറപ്പിച്ചിട്ടുണ്ട്. ഹറബൻ, ഹറബ എന്ന് വെച്ചാൽ ഓടിപ്പോകുന്നതിനാണ് ഹറബ എന്ന് പറയാം. അപ്പോ വലൻ നുഅ്ജിസഹു ഹറബൻ, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പരാജയപ്പെടുത്തുന്നല്ല എന്നതും ഞങ്ങള് ഉറപ്പിച്ചിരിക്കുന്നു. ഹറബൻ, ഓടി പോയിക്കൊണ്ട്. ഓടിപ്പോയിക്കൊണ്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആ ഭൂമി ലോകത്ത് ഒരിക്കലും അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല. ഞങ്ങൾക്ക് പരാജയപ്പെടുത്താൻ എവിടെയാണ്? ആകാശ ലോകത്താണ്. പക്ഷെ ആകാശ ലോകത്തേക്ക് ഓടിപ്പോയിട്ടും അവിടെയും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. വലന്നുഅ്ജിസഹു, അവിടത്തേക്കും വേറൊരു സ്ഥലത്തേക്ക് ഓടിപ്പോവാനല്ല. ഭൂമി കഴിഞ്ഞാൽ പിന്നെ ആകാശമല്ല. ആകാശത്തേക്ക് പോകുന്നതും എന്താണ്? ഓടിപ്പോകുന്നതും ആ സമയത്തും അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നതും ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഇപ്പൊ ഭൂമിയിലും ആകാശത്തിന് രക്ഷയില്ല എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം അത് ഞങ്ങൾ ഉറപ്പിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതില് അഅജസ എന്നുള്ള ഒരു പദം മാത്രമാണ്. ഹറബ എന്നുള്ളതാണ്. രണ്ട് പദങ്ങളാണ് അതിൽ അറിയാത്തുണ്ടാവും. അഅജസ യുഅ്ജിസു, ഹറബ എന്നുള്ള ഓടിപ്പോവുക. എന്താണ് അടുത്തത്? വഅന്ന ലമ്മ സമിഅനൽ ഹുദാ ആമന്ന ബിഹി. വഅന്ന, ഞങ്ങള് ലമ്മ സമിഅന, ഞങ്ങൾ കേട്ടപ്പോൾ. സമിഅ യസ്മഉ എന്താണ്? നമ്മൾ പഠിച്ചതാണ് സൂറത്തിന്റെ തുടക്കം തന്നെ. സമിഅ യസ്മഉ, കേട്ടു എന്നുള്ളത്. ലമ്മ സമിഅന, ഞങ്ങൾ കേട്ടപ്പോൾ. അൽ ഹുദാ, സന്മാർഗത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടപ്പോൾ. വഅന്ന ലമ്മ സമിഅനൽ ഹുദാ, ഞങ്ങൾ സന്മാർഗം കേട്ട സാഹചര്യത്തിൽ, കേട്ട അവസരത്തിൽ. ആമന്ന, ഞങ്ങൾ എന്താക്കി? ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു. ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു. ആമന യുമിനു ആണ് വിശ്വസിക്കുന്നതിന് പറയാം. ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു. ബിഹി, അതുകൊണ്ട്, അതിൽ. എന്തില്? ആ സന്മാർഗത്തിൽ ഉദ്ദേശിക്കുന്നത് അവിടെ എന്താണ് അവർ കേട്ടത്? ഖുർആനാണ്. അപ്പൊ ഖുർആൻ ഞങ്ങൾ കേട്ട സമയത്ത് ഞങ്ങൾ എന്താക്കി? അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഫമൻ യുഅ്മിൻ, അപ്പോൾ ആര് വിശ്വസിക്കുന്നുവോ. ഫ എന്നാൽ ആകയാൽ, മൻ ആര്, യുഅ്മിൻ വിശ്വസിക്കുന്നു, ബി റബ്ബിഹി അവന്റെ റബ്ബിൽ, അവന്റെ രക്ഷിതാവിൽ. അപ്പൊ അവന്റെ രക്ഷിതാവിൽ ആര് വിശ്വസിക്കുന്നുവോ, ലാ ഫലാ യഖാഫു ബഖ്സൻ വലാ റഹ്ക. ഫലാ യഖാഫു, ഖാഫ യഖാഫു എന്താണ്? പേടിക്കുന്നതിനാ പറയാ, ഭയപ്പെടുക. പേടിച്ചു, ഭയപ്പെട്ടു എന്നാണ് ഖാഫ യഖാഫു എന്നുള്ളത്. അപ്പൊ ഫലാ യഖാഫു, അവൻ പേടിക്കേണ്ടതില്ല, പേടിക്കുകയില്ല. ബഖ്സൻ, ബഖ്സ് എന്ന് വെച്ചാൽ നഷ്ടം എന്നാണ് അർത്ഥം. ബഖ്സ്, നഷ്ടം. ഖുസ്ർ എന്നുള്ള അർത്ഥം. തുച്ഛമായ
വില കുറഞ്ഞ കാര്യത്തിനൊക്കെ ബഹ്സ് പറയും. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പിന്നെ ഈജിപ്തിൽ വിറ്റ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സുഹൃത്ത് യൂസുഫിൽ പറയുന്നുണ്ട് എണ്ണപ്പെട്ട ബഹ്സിന് വിറ്റു എന്നുള്ളത്, തുച്ഛമായ വിലക്ക്. അപ്പൊ ഫലാ യഖാഫു, അവൻ പേടിക്കേണ്ടതില്ല, ബഹ്സൻ ഒരു നഷ്ടത്തെ കുറിച്ച്, നഷ്ടത്തെയാകട്ടെ. അതേപോലെ തന്നെ വലാ റഹ്ക, അവന് റഹക്ക് എന്ന് വെച്ചാൽ അനീതി, അക്രമം എന്നൊക്കെയാണ് അർത്ഥം. റഹക്ക്, റഹഖു, അനീതി, അക്രമം എന്നൊക്കെ. അപ്പോ എന്താണ്, ഞങ്ങൾ ലമ്മാ സമിഅനൽ ഹുദ, ഞങ്ങളെ സന്മാർഗത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു. ആ കേട്ടിരുന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ആമന്നാ ബിഹി, ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. ഫമൻ യുഅ്മിൻ ബിറബ്ബിഹി, ആര് തൻ്റെ രക്ഷിതാവിൽ, അവൻ്റെ രക്ഷിതാവിൽ വിശ്വസിക്കുന്നുവോ ഫലാ യഖാഫു ബഖ്സൻ വലാ റഹഖ, അവർ യാതൊരു തരത്തിലുള്ള നഷ്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അനീതിയെക്കുറിച്ചോ അവർ ഭയപ്പെടേണ്ടതില്ല. ലാ യഖാഫു ബഖ്സൻ വലാ റഹഖ. അപ്പോൾ അതിൽ ബഹ്സ്, റഹഖ്, ഖാഫ്, യഖാഫു, ഈ ഒരു പദങ്ങളാണ് മനസ്സിലാക്കേണ്ടതുള്ള. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പദമാണ്. സമിഅ, ഹുദ എന്നൊക്കെയുള്ള, ഹുദ ഹിദായ എന്നൊക്കെയുള്ള സന്മാർഗം, സത്യസരണി എന്നൊക്കെയാണ് അർത്ഥം. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഅന്നാ മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിതൂൻ. വഅന്നാ മിന്ന അൽ മുസ്ലിമൂൻ, എന്താണ്, ഞങ്ങളെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? വഅന്നാ, ഞങ്ങളാവട്ടെ, നാം ആവട്ടെ, എന്താണ്, മിന്ന, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മുസ്ലിമൂൻ, മുസ്ലിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. വമിന്ന, വമിന്ന, അതോടൊപ്പം ഞങ്ങളിൽ നിന്നുണ്ട് ആര്? അൽ ഖാസിതൂൻ. ഖാസിതൂൻ എന്ന് വെച്ചാൽ പിന്നെ അനീതി ചെയ്യുന്ന ആൾക്കാരാണ് ഖാസിത്തൂൻ എന്ന് പറയാം. ഖാസിത്തുൻ എന്നുള്ളതിന്റെ ജംആണ്, പ്ലൂരലാണ് ഖാസിത്തൂൻ എന്നുള്ളത്. അതിന്റെ വെർബ് വരുന്നത് അഖ്സത യുഖ്സിതു എന്നാണ്. അഖ്സത യുഖ്സിതു, അനീതി കാണിച്ചു. ആ ചെറിയൊരു വ്യത്യാസം, ഖസ്വത്ത എന്നുള്ളതിന് നീതി കാണിക്കുന്നതിന് ഖസ്വത്ത എന്നും പറയും കേട്ടോ. ചെറിയൊരു വ്യത്യാസത്തില് അതിന്റെ അർത്ഥ വ്യത്യാസം വരുന്നുണ്ട്. ഖസ്വത്ത എന്നുള്ളതും അഖ്സത എന്നുള്ളതും. അപ്പൊ അഖ്സത യുഖ്സിതു ആണ് ഇവിടെ അനീതി കാണിച്ചു എന്നുള്ളത്. ഖാസിത്തുൻ, ഖാസിത്തൂൻ. അപ്പോൾ വഅന്നാ മിന്നൽ മുസ്ലിമൂൻ, ഞങ്ങളെ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ ആയിട്ടുള്ള ആളുകളുണ്ട്. വമിന്ന, അതോടൊപ്പം തന്നെ അൽ ഖാസിത്തൂൻ, അനീതി ചെയ്യുന്നവരും ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. ആകയാൽ മൻ അസ്ലമ, ആര് മുസ്ലിമായോ അല്ലെങ്കിൽ ആര് കീഴ്പ്പെട്ടുവോ, ഫഉലൈക, അക്കൂട്ടരാകുന്നു, തഹറൗ, തഹറൗ, തഹറ എന്ന് വെച്ചാൽ പിന്നെ പരിഗണിക്കുക, അതേപോലെ തന്നെ തേടുക, അന്വേഷിക്കുക എന്നൊക്കെയാണ് അർത്ഥം. തഹറൗ, തഹറ, തഹറ എന്നാണ്, യാ ഇട്ടിട്ടാണ്. തഹറ യതഹറ എന്നാണ് ഇതിന്റെ വേർബ് പറയുമ്പോൾ. തഹറ യതഹറ, തഹറൗ, വളരെ സംതൃപ്തി, ഇഷ്ടത്തോടു കൂടി, താല്പര്യത്തോടു കൂടി അന്വേഷിക്കുന്നതിനൊക്കെയാണ് തഹറൗ പറയാം. അപ്പൊ അത്തരം ആളുകൾ ഫഉലൈക, അക്കൂട്ട, തഹറൗ, അവര് അന്വേഷിച്ചിരിക്കുന്നു അല്ലെങ്കിൽ തേടിയിരിക്കുന്നു അല്ലെങ്കിൽ പരിഗണിച്ചിരിക്കുന്നു. റഷദൻ, റഷദൻ സന്മാർഗം അല്ലെങ്കിൽ നേർമാർഗം, വിവേകം എന്നൊക്കെ അർത്ഥം പറയാം. അപ്പോൾ ഞങ്ങളെ കൂട്ടത്തില് അള്ളാഹുവിനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുമുണ്ട്, അതേപോലെ അനീതി ചെയ്യുന്നവരുമുണ്ട്. ആര് അള്ളാഹുവിനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നുവോ അത്തരം ആളുകൾ നേർമാർഗം കണ്ടെത്തുന്നതിന് പരിശ്രമിച്ച, നേർമാർഗം അന്വേഷിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവർ സന്മാർഗത്തിലേക്ക്, നേർമാർഗത്തെ അവർ പരിഗണിച്ചിരിക്കുന്നു, ഗൗനിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഇവിടെ പറഞ്ഞത് അടുത്തൊരായത്ത് കൂടി, അമ്മൽ ഖാസിത്തൂൻ, എന്നാൽ ഈ ഖാസിത്തൂൻ എന്ന് പറയുന്ന ആളുകളുണ്ട്, അനീതി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അമ്മ അൽ ഖാസിത്തൂൻ, എന്നാൽ അനീതി ചെയ്യുന്നവരാകട്ടെ, ഫക്കാനു, അവരാകുന്നു ലി ജഹന്നമ, നരകത്തിന് വേണ്ടി, ഹത്വബൻ, വിറക്. ഹത്വബ് എന്ന് വെച്ചാൽ വിറക്. ഹത്വബ് സൂറത്തു ലഹബില് പറയുന്നുണ്ടല്ലോ, വമ്രഅതുഹു ഹമ്മാലത്തൽ ഹത്വബ്, വിറക് ചുമട്ടുകാരിയായ അവന്റെ
ഭാര്യയും. സൂറത്തുൽ തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ സൂറയിൽ നിങ്ങൾ പഠിച്ചിരിക്കും ഹത്വബ്, വിറക്. അപ്പൊ എന്താണ് പറഞ്ഞതിന്റെ ഞാൻ വാക്കർത്ഥങ്ങൾ പറഞ്ഞു. ഇതിൽ ഈ ലാസ്റ്റിലുള്ള ഹത്വബാണ് വിറക് എന്നുള്ളത്. ഖാസിഫുൻ തൊട്ട് മുകളിൽ തന്നെ പറഞ്ഞു അനീതി ചെയ്യുന്നത് ജഹന്നം നരകത്തിന്റെ പേരാണ്. ശരി, അപ്പൊ ഒന്നുകൂടി പറയാം. ഭൂമിയിൽ അള്ളാഹുവിനെ ഒരിക്കലും നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ലെന്നും ഇനി വലൻ നുഅ്ജിസ് അവനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല ഹറബൻ ഓടിപ്പോയിക്കൊണ്ട് അവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നും ഞങ്ങൾ ശരിക്കും ധരിച്ചിരിക്കുന്നു, ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ അവരുടെ വിശ്വാസം അള്ളാഹുവിനെ എന്തായാലും ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കഴിവ് അത്രയും അപാരമാണ്. ഭൂമിയിലും നടക്കൂല, ആകാശത്തിൽ നടക്കൂല. ആകാശത്തിലേക്ക് അവര് പ്രയാസപ്പെട്ടു, മനസ്സിലായല്ലോ. നേരത്തെ കട്ട് കേൾക്കാനൊക്കെ സാഹചര്യം ആദ്യത്തിലുണ്ടായിരുന്നു. പിന്നീട് ആ ഭാഗങ്ങളൊക്കെ അള്ളാഹു അടച്ചു. അവർക്ക് ആകാശലോകത്ത് പ്രവേശിക്കാനുള്ള എൻട്രി അവർക്ക് കിട്ടാത്ത സാഹചര്യം വന്നു. അതായിരുന്നു അവർ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ അത് ഒരു കാര്യം. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ജിന്ന് വർഗത്തിലെ ആളുകൾ അവരുടെ ആ വിനയം നമുക്കതിൽ അഹങ്കാരമില്ലാത്ത രൂപത്തിൽ അവർ പറയുന്ന ആ വിഷയം നമ്മൾ ബോധ്യപ്പെടേണ്ടതാണ്. നമ്മൾ ശരിക്കും ദുർബലരാണ് എന്ന് അവര് സമ്മതിക്കുന്നുണ്ട്. ഒരുപക്ഷെ പിന്നെ നമ്മളെ മനുഷ്യന്മാരിലാണ് പലപ്പോഴും അള്ളാഹുവിനെ പോലും നിഷേധിക്കുന്ന, അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന പിന്നെ അഹങ്കാരികളായ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ജിന്നുവർഗത്തിൽ ഈ പറഞ്ഞ രണ്ട് വിഭാഗം ഉണ്ട് കേട്ടോ. ജിന്നുവർഗത്തിലും അതേപോലെ തന്നെ പിന്നെ മനുഷ്യവർഗത്തിലും. രണ്ടാമത്തത് ഭൂമിയിലും ആകാശത്തിലും ഒരു രക്ഷയില്ല എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അന്ന ലമ്മ സമഅൽ ഹുദ, ഞങ്ങൾ ഹുദയെ കുറിച്ച് ഞങ്ങൾ കേട്ട സന്ദർഭത്തിൽ ആമൻ നബി ഞങ്ങൾ അതിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. ഇതൊരു വലിയൊരു പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം അള്ളാഹുവിനും റസൂലിൽ നിന്നും ഒരു വിഷയം നമ്മൾ കേട്ടാലും മനസ്സിലാക്കിയാലും അതനുസരിക്കാനുള്ള ഈമാൻ നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അത് വലിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പൊ പലപ്പോഴും ഈ മുസ്ലിം ആവാതെ ഖുർആാനിനെയും പിന്നെ ഇസ്ലാമിനെയൊക്കെ നന്നാക്കി പറയുന്ന കുറെ ആൾക്കാരെ കാണാൻ പറ്റും നമുക്ക്. ഖുർആന്റെ ചില പല ഡിബേറ്റ് സംവാദ വേദികളിലും മറ്റുള്ള സിമ്പോസിയത്തിലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവരിങ്ങനെ ഖുർആന്റെ കുറേ നന്മകൾ ഇങ്ങനെ പറയും. ഖുർആൻ ഭയങ്കര സംഭവമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ അങ്ങനെ സ്വാധീനിച്ചു, ഇങ്ങനെ സ്വാധീനിച്ചു, അങ്ങനെ ഇങ്ങനെ സ്വാധീനിച്ചതിനെ കുറിച്ച് വലിയ ബടായി പറയേണ്ട ആവശ്യമില്ല. സ്വാധീനിച്ചു എന്നുള്ളത് അത് ശരിക്കും എന്താണ്, അത് വിശ്വസിക്കലാണ്. അത് പറയാൻ കഴിയാന്നുള്ളതാണ്, അതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ഈ ജിന്ന് വർഗം നമ്മൾ കേട്ടല്ലോ, ഈ ഖുർആൻ ഈ സൂറ തുടങ്ങുന്ന സമയത്ത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ കാര്യം യഥാർത്ഥത്തിൽ ഇവർ ഒരു ഭാഗം ഖുർആനിന്റെ ഒരു ഭാഗം കേട്ട സമയത്ത് തന്നെ അവർ പറഞ്ഞത് ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ എന്നാണ്. ഞങ്ങൾ അത്ഭുതകരമായ ഒരു ഖുർആനിനെ ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്നാണ്. ആ കേട്ടതാണ് അവരെന്താണ്, ആ ഖുർആൻ കേട്ടത്, അത് ഖുർആനെ കുറിച്ച് അവർ മനസ്സിലാക്കിയത് തന്നെ ഹുദ എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ഹുദയെ കുറിച്ചാണ് ഞങ്ങൾ കേട്ടപ്പോൾ എന്നാണ്. ഖുർആനിന് ഒരു പര്യായമായ ആയിക്കൊണ്ടാണ് അവർ എന്ത് പറയുന്നത്, ഹുദ എന്ന് പറയുന്നത്. ഹുദ ഞങ്ങൾ കേട്ട സമയത്ത് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളത് വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് ഖുർആൻ എന്ന് പറയുന്നത് നമുക്കറിയാം. നഹാദൽ ഖുർആൻ യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും ഹുദയിലേക്ക്, ഏറ്റവും ചൊവ്വായതിലേക്കാണ് ഖുർആൻ നയിക്കുന്നത് എന്ന് അല്ലാഹു സൂറത്തുൽ ഇസ്രായിൽ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഖുർആൻ പറയുന്ന വിഷയങ്ങൾ എന്താണോ അതങ്ങനെ തന്നെ നമ്മളത് കേൾക്കുക, അതോടൊപ്പം അത് വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ വിശ്വസിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫലാ യഖാഫു ബഖ്സം വലാ റഹ്ബ, ഒരു നഷ്ടമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു പേടിയോ ഒരിക്കലും ഒരു പ്രയാസമോ ഒന്നും അവർക്ക് ഉണ്ടാവുകയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ സന്മാർഗം പ്രാപിച്ചാൽ അവർക്കാണ് യഥാർത്ഥത്തിൽ സമാധാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഭൂമിയിൽ ചെറിയ ചെറിയ പരീക്ഷണങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായി അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാവുന്നത് വിശ്വാസികളായ ആളുകൾക്ക് മാത്രമാണ്. അത് നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഖുർആനെ കുറിച്ച് നമ്മൾ ഓരോ ആയത്തുകളൊക്കെ പഠിക്കുമ്പോഴൊക്കെ തന്നെ ഇത് നമ്മളെ മനസ്സിനെ പഠിപ്പിക്കേണ്ടതുമാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ഇസ്ലാമിൻ്റെ ഒരു കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് ഇടങ്ങാറ് പോലെ തോന്നരുത് ഒരു വിഷയത്തെക്കുറിച്ചും.
അള്ളാഹു റസൂൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സന്തോഷത്തോടു കൂടി അത് നെഞ്ചിലേറ്റാനുള്ള ഈമാൻ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പൊ ഇവിടെ ജിന്ന് വർഗ്ഗം അവർ പറഞ്ഞു കേട്ടല്ലോ, ഞങ്ങൾ കേട്ട സമയത്ത് തന്നെ ഞങ്ങൾ എന്താക്കി, ഞങ്ങൾ ആമന്നാബി, ഞങ്ങൾ അത് വിശ്വസിച്ചു എന്നുള്ളതാണ്. വിശ്വസിക്കുക എന്ന് പറയുന്നത് നാവ് കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ട് അത് അംഗീകരിക്കൽ കൂടിയാണ്. അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. പിന്നെ അവർ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം വെച്ചാൽ അവരുടെ കൂട്ടത്തിൽ നല്ല ആളുകളും ചീത്ത ആളുകളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വഅന്ന മിന്നൽ മിന്ന അസ്വാലിഹൂന വമിന്ന ദൂന ദാലിക് എന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, കഴിഞ്ഞ ആഴ്ച വരെ. അതേപോലെ തന്നെ ഉള്ള ആശയമാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളായ ആളുകളുമുണ്ട്, അതേപോലെ തന്നെ അനീതി ചെയ്യുന്നവരും ആയിട്ടുള്ള ആളുകളും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ ആരാണോ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത്, മുസ്ലിം ആവുന്നത്, അവർ ഏറ്റവും സന്മാർഗത്തിലേക്ക് അന്വേഷിച്ചവരാണ്, അവർ അതിലേക്ക് എത്തിയ ആളുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ജിന്ന് വർഗത്തിലും മനുഷ്യവർഗത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ നരകത്തെ നിറയ്ക്കാൻ അവർ രണ്ടു കൂട്ടരെയും അള്ളാഹു സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് സൂറത്തു സജ്ദയിൽ കാണാൻ സാധിക്കും. പിന്നെ ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ എന്ന് പറയുന്നുണ്ട്. മനുഷ്യരെ കൊണ്ടും ജിന്നിനെ കൊണ്ടും നാം നരകത്തെ നിറയ്ക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ അവിടെ സന്മാർഗം പ്രാപിക്കാത്ത, സന്മാർഗത്തിൽ നിന്ന് മാറി ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ബോധ്യപ്പെടുത്തുന്നത്. ഫമൻ അസ്ലമ ഫഉലൈക തഹറൗ റഷദ എന്നുള്ളത്. അടുത്തത് അള്ളാഹു ഈ ഖാസിതീങ്ങളായ ആളുകൾക്ക് അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണ്? അത് ജഹന്നമാണ്. ആ ജഹന്നമിലെ നരകം, ആ ജഹന്നമിലെ ഹത്വബായി, വിറകായി മാറുന്നത് ഇത്തരം ഖാസിത്തൂനായിട്ടുള്ള അനീതി ചെയ്യുന്ന, അക്രമം ചെയ്യുന്ന ആളുകളാണ്. അക്രമം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത് ഷിർക്കാണ്. ലുഖ്മാൻ അലൈഹി ഇസ്ലാം തന്റെ മകനോട് പറയുന്നത് കാണാൻ സാധിക്കില്ലേ? സൂറത്തുൽ ലുഖ്മാനെ കാണാൻ സാധിക്കും. മോനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അളീം. ഏറ്റവും വലിയ അക്രമം, അനീതി എന്ന് പറയുന്നത് ഷിർക്കാണ്. അതുകൊണ്ടൊരിക്കലും നീ ഷിർക്ക് ചെയ്യരുത് എന്ന് പിന്നെ ലുഖ്മാൻ അലൈഹി ഇസ്ലാം മകനെ ഉണർത്തുന്നുണ്ട്. അപ്പോൾ അത്രയും ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് തൗഹീദിന് വിപരീതമായിട്ടുള്ള ഷിർക്ക് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ അനീതി, ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഖാസിത്തൂനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് വിശദീകരണങ്ങൾ പറയേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാം. ഖുർആൻ കേൾക്കുമ്പോൾ അത് പൂർണ്ണമായും അത് വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ഈമാൻ നമുക്ക് ഉണ്ടാവണം. അള്ളാഹു ചെറിയൊരു സമയമാണെങ്കിൽ ഈ സമയം നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ഖുർആൻ പറയുന്നതിലോ അതിൽ മനസ്സിലാക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ചകളോ പോരായ്മകളോ ഒക്കെ സംഭവിക്കുന്ന അള്ളാഹു മാപ്പ് നൽകുമാറാകട്ടെ. ഖുർആൻ കൊണ്ട് സ്വർഗത്തിൽ എത്തിച്ചേരുന്ന ഭാഗ്യവാന്മാർ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام. وعليكم السلام ورحمة الله.